എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി പാത്രം കഴുകി അടുക്കി വെക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി യൂസിനുള്ള പാത്രങ്ങളാണ്. ഇതേപോലെയാണ് അടുക്കി വെക്കുന്നത് കേട്ടോ, പാത്രങ്ങൾ കഴുകുന്ന ഒരു ഏരിയയിൽ. അപ്പം തലേന്ന് ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മുഴുവനാക്കിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി രാവിലെ ഇരുന്ന് ഞാൻ കണ്ടു കേട്ടോ, കുറച്ച്. എന്നാലും തീർന്നില്ല. പിന്നെ വന്നിട്ട് രാവിലത്തെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ക്ലീനിങ്ങിലോട്ട് കടന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടൊക്കെ അപ്പോൾ അതുപോലെ തൂത്തു, ചെയറൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ തുടയ്ക്കാനായിട്ട് തുടങ്ങുകയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 3-4 ദിവസം മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ വൈകി പോയതുകൊണ്ടാണ് ഇടാനായിട്ട് വൈകി പോണത് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓണം എവിടം വരെ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലോട്ടൊന്നും ഓണാഘോഷം വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ല. ഇവിടെ ക്രിസ്ത്യൻസാണ് കൂടുതലുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലും പള്ളിപ്പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷങ്ങളാണ് കൂടുതലായിട്ട് ആഘോഷിക്കാറുള്ളത്. പിന്നെ ആ ഒരു സിറ്റ് ഔട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളത്തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. 5-6 മത്തങ്ങയൊക്കെ ഉണ്ട് പാകമായിട്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ പറിക്കാറായത്. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ നോക്കി നടന്ന് കണ്ടതിന് ശേഷം വന്നിട്ട് ഇതാ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു പറമ്പിൽ JCB ഉപയോഗിച്ച് മാന്തിയതുകൊണ്ട് ഈ ഇൻ്റർലോക്കിൽ അത്യാവശ്യം പായലും മണ്ണുപൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് ചപ്പാത്തിയും കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. അത് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ അതൊക്കെ വന്ന് കഴിച്ചു. രാവിലത്തെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം വന്നിട്ട് മീനിന് കുറച്ച് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. ഈ വെള്ളം മാറ്റാറായിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പച്ച കളറായിട്ടുണ്ടെങ്കിലും വെള്ളം ക്ലിയർ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനിന് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം വെള്ളം മാറ്റാറായിട്ടുണ്ടെങ്കിൽ മീൻ തീറ്റ എടുക്കില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് മീനൊന്ന് ചേട്ടൻ പിടിച്ചു കേട്ടോ, ഒരു സാമ്പിൾ നോക്കാനായിട്ട് കേട്ടോ. അത് പിടിക്കേണ്ട പരുവമൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ വലുതാവാനുണ്ട്. എന്നാലും ചേട്ടൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിടിച്ചതാണ് കേട്ടോ. ഇത് ഫിലോപ്പിയും പിന്നെ അനാബസുമാണ്. അപ്പോൾ ഈ മീനെ ജീവനോടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ജീവൻ പോകുന്നില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നോക്കിയപ്പം എന്താ ചെയ്യുക, ഒന്നും കൂടെ ജീവൻ വന്നു കേട്ടോ. പിന്നെ ഇത് കുറേ നേരം വെച്ചിരുന്നിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ കുറച്ച് കടയിൽ നിന്ന് മേടിച്ച മീനുണ്ടായിരുന്നു, ആവോലി ഉണ്ടായിരുന്നു. അപ്പം കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു, കറി വെക്കാനൊക്കെ ആയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ കറിയുടെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ മീൻ വറക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മീൻ അത് ചാറ് വെച്ചു കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആവോലി. പിന്നെ മുട്ടയൊക്കെ ഇട്ട് കുറച്ച് ക്യാരറ്റ് തോരനും ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തെ കറികൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കമൻ്റൊന്നും ഇപ്പം കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസമൊക്കെ വീഡിയോ ഇടാതാകുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കില്ലേ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ കമൻറ്റ് കണ്ടില്ലെങ്കിൽ ഞാനും വിചാരിക്കും എന്താ കാണുന്നില്ലല്ലോ, കമൻറ്റൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പേരെയൊക്കെ അറിയാം. അവർ കുറച്ച് പ്രൊഫൈലിലൊക്കെ DP ഉള്ളതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ പരിചയമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരുടെ പേര് അങ്ങനെയൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ മോൾക്ക് കുറച്ച് ചോറ് വിളമ്പി കൊടുത്തതാണ് കേട്ടോ. പരീക്ഷ ഉള്ളതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുത്തേട്ടാ കഴിക്കാനുള്ളത്. പിന്നെ കിച്ചൺ ക്ലീനിങ് തുടങ്ങി കേട്ടോ. എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്തപ്പം. അതൊക്കെ പാത്രം കഴുകുന്ന സോപ്പിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ വീടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് കുറച്ച് മഴയൊന്ന് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കൾ എക്സാമിന് പോയിട്ട് ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത്. അപ്പോൾ അതിന് പോയി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ചേട്ടായും കൂടെ ഒന്ന് നഴ്സറി വരെ പോവുകയാണ് കേട്ടോ, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേളകത്ത് ഇരട്ടത്തോടുള്ള കാവാട്ട് നഴ്സറിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റുള്ള നഴ്സറിനെ അപേക്ഷിച്ച് കുറച്ച് വില കുറവുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മേടിക്കൽ കേട്ടോ. ഞാൻ ഇരിട്ടിയുടെ ഇപ്പുറത്തോടുള്ള മിക്ക നഴ്സറികളിലും കയറാറുണ്ട്, വിലയൊക്കെ ചോദിക്കാനായിട്ട് കയറാറുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒന്നോ രണ്ടോ വിത്തൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി വരും കേട്ടോ. അത്യാവശ്യം നൈസായിട്ട് എല്ലാ ചെടികളുടെയും വിലയും പ്ലാന്റ്സിൻ്റെയൊക്കെ ചോദിക്കും. അപ്പം സെയിം ബ്രാൻഡ് സാധനമാണെങ്കിൽ തന്നെ 100 രൂപ 50 രൂപയുടെ ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് മേടിക്കൽ കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മദർ പ്ലാന്റും കാര്യങ്ങളല്ലാണ്ട് വേറെ പറമ്പിൽ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇത് കായ്ക്കുമോ അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പ്ലാന്റ്സ് കാണാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് ബ്രാൻഡ് മേടിച്ചേക്കുന്ന ഹോം ഗ്രൗണ്ടേ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടാഗ് ഇല്ലാത്തതൊക്കെ ഞാൻ ഇവിടെ മദർ പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഇവർ ബഡ് ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് മേടിക്കലുണ്ട് കേട്ടോ. അപ്പം മേടിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം 12,000 രൂപയായിട്ടോ. കാരണം കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് റെഡിമെയ്ഡ് അത്തപ്പൂക്കളമായിരിക്കും, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നതെന്ന് കേട്ടോ. പിന്നെ മനസ്സിലായത് നമ്മുടെ ചവിട്ടിയാണ് കേട്ടോ. ചേട്ടൻ ഓർഡർ ചെയ്തായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം ഇത് റെഡിമെയ്ഡ് പൂക്കളമായിരിക്കും കേട്ടോ. പിന്നെ ഇത്രയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പം വളരെ കുറച്ചുള്ളൂ. 12,000 രൂപയുടെ എന്തൊക്കെയാണെന്ന് വിചാരിക്കും കേട്ടോ. ഒരു 5-6 തെങ്ങ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുറ്റിയാടിയും പിന്നെ ടീൻറ്റൂടി ആ തെങ്ങ്, പിന്നെ കുറച്ച് വാഴ, പിന്നെ കൂടുതലും മാവും പ്ലാവൊക്കെയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന പ്ലാന്റുകളാട്ടോ മേടിച്ചിട്ടുള്ളത്. നമുക്ക് തിന്നാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ അടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റുകളാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വളം മേടിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പർ മീലാട്ടോ മേടിച്ചേക്കുന്നത്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ മുരിങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുരിങ്ങ നമ്മൾ ഒരാൾ പൊക്കത്തിലെടുത്തുമ്പോൾ അതിൻ്റെ കൂമ്പൊക്കെ ഉള്ളി കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് നന്നായിട്ട് പടർന്ന് കായ്ക്കുള്ളൂ. പിന്നെ ഇത് ബ്രസീലിയൻ മൾബറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് കൂടുതലും ഗ്രാഫ്റ്റഡും ഉണ്ട് ബെഡും ഉണ്ട് കേട്ടോ. പ്ലാവ് കൂടുതലും ബെഡാട്ടോ വരുന്നത്. ഒരു 4-5 വെറൈറ്റിയോളം പ്ലാവ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. സിന്ദൂർ വരിക്ക, പിന്നെ നമ്മുടെ കമ്പോഡിയനാണ് കൂടുതലും മേടിച്ചേക്കുന്നത്. കാരണം അതിൽ അത്യാവശ്യം വെയിറ്റുള്ള വലിപ്പമുള്ള ചക്കയാണല്ലോ. വിയന്ന മേർലി മേടിച്ചിട്ടില്ല കേട്ടോ, കാരണം അതിലെ ചെറിയ ചക്കയാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ ഇത് മാവാണ്, ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ബെഡിൻ്റെ താഴോട്ടാണ് നമ്മൾ നടുമ്പം മണ്ണിടാൻ പാടുള്ളൂ. ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റിൻ്റെ താഴെയാണ് മണ്ണ് വരേണ്ടത് കേട്ടോ. കാരണം അതിൻ്റെ മുകളിലോട്ട് മണ്ണ് പോയാൽ പിന്നെ അത് അവിടുന്ന് വേര് വന്ന് നാടൻ മരമായി പോവും. പിന്നെ റംബൂട്ടാൻ മേടിച്ചേക്കുന്ന N80 ആണ് കേട്ടോ, നല്ല വെറൈറ്റിയാണ്. ഹോം ഗ്രൗണ്ടിയാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. ഹോം ഗ്രൗണ്ട് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന നല്ല ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഞാനിതാ നടാനായിട്ട് തുടങ്ങുകയാണ് ഓരോന്ന് കേട്ടോ. അപ്പോൾ മോളോടൊന്ന് വീഡിയോ പിടിച്ച് തരാമോ എന്ന് ചോദിച്ചത്. വട്ടത്തിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. പ്ലാവൊക്കെ നട്ടിരുന്നു കേട്ടോ. നടുന്നത് അധികം ഇത് മണ്ണ് ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് ഒരുപാട് കുഴിയൊന്നും എടുക്കുന്നില്ല. എല്ലാം ബെഡിൻ്റെ താഴോട്ട് വരുന്ന രീതിയിലുള്ള കുഴികളാണ് എടുത്തേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുഴിക്കാനായിട്ട് പറ്റും, മണ്ണ് ഇളക്കിയിട്ടേക്കുന്നതാണല്ലോ. അങ്ങനെ അതാ ഓരോന്ന് നടുകയാണ്. അപ്പം നടുന്നത് ഇത്രയാണ് കേട്ടോ. അതേപോലെ കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള വളം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തില്ല, കാരണം ഇപ്പോൾ സൂപ്പർ മീലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേരെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തടത്തിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. സൂപ്പർ മീലിൽ വേപ്പിൻ പിണ്ണാക്കും അങ്ങനെ ഏതൊക്കെയോ വളങ്ങൾ അടങ്ങിയിട്ടുള്ള കേട്ടോ, നല്ലതാണ്. പിന്നെ ഇതാ 1-2 കൈ സൂപ്പർ മീൽ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മണ്ണായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ കവർ ഇതേപോലെ കീറിയിട്ട്, ഇതിപ്പം നടുന്നത് മാവാണ്, അപ്പോൾ ഗ്രാഫ്റ്റഡ് ആണ്. ചില നഴ്സറികളിൽ നമ്മളത് മേടിക്കുമ്പോൾ ഈ കവറിനകത്തുള്ള മണ്ണ് കളിമണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ കളിമണ്ണൊന്നും ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടൊക്കെ വെച്ചില്ലെങ്കിൽ വേരോടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്കത് പിടിച്ച് കിട്ടത്തില്ല. കളിമണ്ണിൽ കൂടെ പെട്ടെന്ന് വേരോടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ച് കളഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വളരും കേട്ടോ. ചില നഴ്സറികളിൽ മണലൊക്കെ ഇട്ടിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കളിമണ്ണുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് പൊടിച്ച് കളഞ്ഞിട്ടാണ്. പിന്നെ ഇതേപോലെ ഇതാ മണ്ണിട്ട് കൊടുത്തു. ഗ്രാഫ്റ്റിൻ്റെ താഴെയാണ് മണ്ണ് വന്നേക്കുന്നത്. അങ്ങനെ വൃത്തിയാക്കി ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃഷിനെക്കുറിച്ച് വലിയ ആഴത്തിലുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഓരോന്നും നട്ട് അങ്ങനെ പഠിച്ചു വരുന്നതാണ്. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് ഫ്രീ ആയിട്ട് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിത്തുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. 5 ഐറ്റംസ് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെണ്ടയും പാവലും ചീരയും പയറും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് നടാനുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയുടെ തൈയും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് കാശൊന്നും കൊടുക്കണ്ട കേട്ടോ. അവിടെ നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം.